അച്ചു, നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ. അപ്പൂന് എന്നെ ഇഷ്ടാണെന്ന് എനിക്കറിയാം അച്ചു. എന്നാലും അവൾ എന്നോട് പറയാത്തത് കൊണ്ട് ഒരു ടെൻഷൻ. എന്നാലേ നിനക്കൊരു ടെൻഷനും വേണ്ട. എനിക്കറിയാം അവൾക്ക് നിന്നെ ഇഷ്ടാണെന്ന്. നിന്നോട് പറഞ്ഞോ? അവൾക്ക് നമ്മൾ രണ്ടാളെ സ്നേഹം കാണുമ്പോൾ ഒരുപാട് സന്തോഷാണ്. അതിലവൾക്ക് കൂടി കൂടെ ഓക്കെ ആണെന്ന് പറഞ്ഞു. ഞാൻ പോയി അവളൊന്ന് കണ്ടിട്ട് വരട്ടെ. ഈ രാത്രിയിലോ? നാളെ നമ്മൾ ഇവിടെ നിന്ന് പോയാൽ ഇനി എപ്പോഴാ കാണാൻ പറ്റുക എന്ന് പറയാൻ പറ്റില്ലല്ലോ. സോ ഞാൻ എന്റെ അപ്പൂനോട് ഒരു ബൈ ഒക്കെ പറഞ്ഞിട്ട് വരാം. വേണമെങ്കിൽ നീ പോയൊന്ന് ശിവയോട് സംസാരിക്കും. ഇനി എപ്പോഴാ കാണാൻ പറ്റുകയെന്ന് അറിയില്ലല്ലോ. അതും പറഞ്ഞു അജു പോയിട്ടും നച്ചു കുറച്ചു സമയം വെറുതെ ഇരുന്നു. അജു പറഞ്ഞതും ശരിയല്ലേ, ജസ്റ്റ് ഒന്ന് കണ്ടു പോകുന്നത് പറഞ്ഞിട്ട് വരാം. മെല്ലെ എഴുന്നേറ്റ് ശിവയുടെ റൂമിലേക്ക് നടന്നു. ഞാൻ ഇനി രാത്രി അവന്റെ റൂമിൽ പോയതിന് എന്തെങ്കിലും വിചാരിക്കോ? അവൻ പറഞ്ഞതിന് മറുപടി വേണമെന്ന് പറഞ്ഞാൽ എന്താ പറയുക? കുറച്ചു സമയം വേണമെന്ന് പറയാം. അപ്പോ പറഞ്ഞതുപോലെ നന്നായി ആലോചിച്ച് ഒരു തീരുമാനം എടുക്കുന്നതാണ് നല്ലത്. ജീവിതമല്ലേ, പിന്നീട് വേണ്ടായിരുന്നു എന്ന് തോന്നരുതല്ലോ. റൂമിന്റെ മുമ്പിലെത്തി ഡോറിൽ നോക്ക് ചെയ്യണോ അതോ തിരിച്ചു പോണോ എന്നുള്ള സംശയത്തിൽ അവൾ അവിടെ നിന്നു. പെട്ടെന്നാണ് ശിവ ഡോർ തുറന്ന് പുറത്തേക്ക് വന്നത്. മുന്നിൽ നച്ചുവിനെ കണ്ട് അവനൊന്ന് ഞെട്ടി. പിന്നെ അതൊരു ചിരിയിലേക്ക് മാറി. അവൾ തന്നെ തേടി വന്നിരിക്കുന്നു. എന്തിനു വേണ്ടിയാണെങ്കിലും അത് അവന് സന്തോഷം തന്നെയായിരുന്നു. എന്നെ അന്വേഷിച്ചു വന്നതാണോ? അല്ല, ഞാൻ ഈ രാത്രി ഇവിടെ ഐസ്ക്രീം കഴിക്കാൻ വന്നതാ. അവന്റെ ഒരു ചോദ്യം. റൂമിന്റെ മുന്നിൽ നിൽക്കുന്ന കണ്ട അറിയില്ലേ? ഞാൻ നിന്നെ കളിയാക്കിയതൊന്നുമില്ല. പെട്ടെന്ന് ഇവിടെ കണ്ടപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതാ. എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. ശിവ ഡോറിന്റെ സൈഡിൽ നിന്ന് മാറിക്കൊടുത്തു. അവൾ അകത്തേക്ക് കയറി. അവൻ ഡോർ ജസ്റ്റ് ഒന്ന് അടച്ചു. നച്ചു അവിടെ ഉണ്ടായിരുന്ന സോഫയിൽ പോയിരുന്നു. ശിവ അവൾക്ക് മുന്നിൽ കട്ടിലിലും ഇരുന്നു. ഞങ്ങൾ നാളെ പോകും. അവനൊന്നും പറയാതെ അവളെ തന്നെ നോക്കി. ഒന്നും പറയാനില്ലെങ്കിൽ ഞാൻ പോട്ടെ. എഴുന്നേക്കാൻ പോയ അവളെ അവൻ പെട്ടെന്ന് അവിടെ തന്നെ പിടിച്ചിരുത്തി. നീ ഇങ്ങനെ തിരക്ക് കൂട്ടാതെ എനിക്ക് കുറച്ച് സമയം താ. അവൾ അവനെ കേൾക്കാൻ എന്ന പോലെ അവിടെ ഇരുന്നു. എനിക്ക് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്നാൽ നീ പോകുന്നുവെന്ന് പറയുമ്പോൾ എന്ത് പറയണമെന്ന് അറിയില്ല. ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ട നീ എന്നെ വെറുക്കുമോ എന്ന് പോലെ എനിക്ക് പേടിയുണ്ട്. എന്നാൽ ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് എന്റെ ധൈര്യവും. തന്റെ ഫ്രണ്ട്സ് ആദ്യം മുതൽ ചെയ്തു കൂട്ടിയ തെറ്റുകൾ, അതിന്റെ പേരിൽ താനും അച്ഛനും വഴക്കിട്ട് പിണങ്ങിയതും, അവരെ ഉപേക്ഷിക്കാൻ മനസ്സ് വരാത്തത് കൊണ്ട് ഒരു വട്ടം കൂടി ശ്രമിക്കാൻ തയ്യാറായത്, തങ്ങൾ ബാംഗ്ലൂരിലേക്ക് ട്രിപ്പ് പോയത്, അവിടെ വെച്ച് സംഭവിച്ചത് എല്ലാം. അങ്ങനെ തന്റെ ജീവിതത്തിൽ ഇതുവരെ സംഭവിച്ച പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും നച്ചുവിനോട് വിശദമായി ശിവ പറഞ്ഞു. എല്ലാ കാര്യങ്ങളും അജയനിൽ നിന്നും മുൻപേ അറിഞ്ഞതിനാൽ നച്ചുവിന് എല്ലാം കേട്ടിട്ടും ഒന്നും തോന്നിയില്ല. ആദ്യം കേൾക്കുമ്പോൾ ഒരു ഞെട്ടലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ശിവ തന്നെ എല്ലാം തുറന്നു പറഞ്ഞപ്പോൾ സത്യത്തിൽ ചെറിയൊരു സന്തോഷമാണ് തോന്നുന്നത്. ശിവയെ വെറുക്കാൻ, ദേഷ്യം തോന്നാൻ ആകെയുള്ള റീസൺ അവൻ തന്നോട് ചെയ്ത ഒരേ ഒരു പ്രവൃത്തിയായിരുന്നു. എന്നാൽ അതിൽ അവന്റെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ലെന്ന് അറിഞ്ഞതോടെ അതൊക്കെ തന്റെ ഉള്ളിൽ നിന്നും ഇല്ലാതായിരുന്നു. ശിവയ്ക്ക് എന്നോടുള്ളതുപോലെ ഒരിഷ്ടം എനിക്കിപ്പോൾ ഇല്ല. എന്നാൽ ശിവ കരുതും പോലെ ദേഷ്യമോ വെറുപ്പോ ഇല്ല. ചെറിയൊരു ഇഷ്ടമുണ്ടോ എന്ന് എനിക്ക് തന്നെ സംശയമുണ്ട്. പക്ഷെ ജീവിതകാലം മൊത്തം നമ്മുടെ കൂടെ വേണമെന്ന് തോന്നുമ്പോഴാണല്ലോ അവരോട് നമുക്ക് പിരിയാൻ പറ്റാത്ത ഇഷ്ടം ഉണ്ടാകുന്നത്. ആ ഒരു സ്റ്റേജ് ഞാൻ എത്തിയിട്ടില്ല. സോ ഐ തിങ്ക് ഐ നീഡ് സം ടൈം ഫോർ അണ്ടർസ്റ്റാൻഡിങ് യുവർ ഫീലിംഗ്സ് അബൌട്ട് മീ. ഇഫ് യു ക്യാൻ വെയിറ്റ്. സംസാരിച്ചു കഴിഞ്ഞ് നച്ചു ശിവയെ ഒന്ന് നോക്കി അവന്റെ മറുപടിക്കായി. അവളെപ്പോലും ഞെട്ടിച്ചുകൊണ്ട് അവൻ നച്ചുവിനെ പെട്ടെന്ന് കെട്ടിപ്പിടിച്ചു. അവൾക്ക് ഒരു നിമിഷം അവൻ എന്ത് പറ്റി എന്നുള്ള സംശയമായിരുന്നു. എനിക്ക് ജീവനുള്ളിടത്തോളം കാലം നിനക്ക് വേണ്ടി കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ്. ഇത് ഞാൻ നിന്നെ ഇംപ്രസ് ചെയ്യിക്കാൻ പറയുന്നൊന്നുമല്ല. നീ പറഞ്ഞതുപോലെ ജീവിതകാലം മൊത്തം എനിക്ക് കൂടെ വേണമെന്ന് തോന്നിയത് നിന്നെ കണ്ടപ്പോൾ മാത്രമാണ്. മെല്ലെ അവളെ വിട്ട് മാറി നിന്നു. നീ പോയി ഉറങ്ങിക്കോ. നാളെ എവിടേക്കാണ് പോകുന്നത്? അതൊന്നും തീരുമാനിച്ചിട്ടില്ല. അജുവിന്റെ കൂടെ ആകില്ലേ നീ പോകുന്നത്? എന്തേ? എനിക്ക് നിന്നെ കുറച്ചു ദിവസം കൂടി കാണാലോ. പപ്പയുടെ കൂടെ പോയാൽ പിന്നെ ഇനി എപ്പോഴാ കാണാൻ പറ്റുന്നത്? അച്ഛന്റെ വീട്ടിൽ പോയി കുറച്ച് ദിവസം നിന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോകും. ഇങ്ങോട്ടൊരു വരവും ഉണ്ടാവില്ല. അതൊന്നും എനിക്ക് കുഴപ്പമില്ല. നാട്ടിൽ എവിടെയാണെങ്കിലും ഞാൻ കാണാൻ തോന്നിയാൽ വന്ന് കണ്ടോളാം. എന്തൊക്കെയോ പറയാൻ ഇനിയും ബാക്കിയുണ്ടെന്ന് തോന്നും. എന്നാൽ ഒന്നും പറയാൻ പറ്റുന്നുമില്ല. അപ്പുവിന്റെ കാര്യം ഞാൻ ഒന്നും അറിഞ്ഞില്ലല്ലോ. അവര് തമ്മിൽ അങ്ങനെ ഒരു ഇഷ്ടം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇടയ്ക്ക് കുറച്ചു ദിവസം അവൻ എന്തോ പറഞ്ഞതിന്റെ പേര് അവൾ വല്ലാതെ വിഷമിച്ചതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതൊക്കെ അവര് തന്നെ സോൾവ് ആക്കി. അപ്പുവിന് ഞാനും അജുവും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താന്ന് ശരിക്കും മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അത് തന്നെയാണ് അജുവിന് അവളോട് ഇഷ്ടം തോന്നാനുള്ള മെയിൻ കാരണം. ഞങ്ങൾ പഠിച്ചിരുന്ന സമയത്തൊക്കെ പലപ്പോഴും ഞങ്ങളോട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകുന്ന പലർക്കും ഉള്ള പരാതി ഞങ്ങൾ തമ്മിലുള്ള പരസ്പര സ്നേഹവും കെയറിങ്ങും ഒക്കെ ആയിരുന്നു. എല്ലാവർക്കും ഞങ്ങളുടെ കൂടെയല്ല, ഞങ്ങൾക്കിടയിൽ കയറാനാണ് താല്പര്യം. അജുവിനും എനിക്കും ഏറ്റവും ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഞങ്ങൾക്കിടയിലേക്ക് ആരെങ്കിലും കയറുന്നത്. എന്നാൽ അപ്പു ഒരിക്കലും അതിന് ശ്രമിച്ചിട്ടില്ല. ഞങ്ങളുടെ കൂടെ നിൽക്കാനാണ് അവൾക്കിഷ്ടം, ഇടയിൽ നിൽക്കാനല്ല. സോ എനിക്ക് ശിവയോട് പറയാനുള്ളത് മതി. ബാക്കി എനിക്ക് നീ പറയാതെ തന്നെ അറിയാം. ഞാൻ ഒരിക്കലും നിങ്ങൾക്കിടയിലേക്ക് വരില്ല.
എനിക്ക് അജുവിന്റെ ബെസ്റ്റ് ഫ്രണ്ട് നക്ഷത്രയാണ് ഇഷ്ടം. എല്ലാം പറഞ്ഞു കഴിഞ്ഞ് നച്ചു റൂമിൽ തിരിച്ചു വന്ന് നോക്കുമ്പോൾ അജു ഇനിയും വന്നിട്ടില്ല. ഇനി അപ്പുവിന്റെ കൂടെയാണോ കിടക്കുന്നത്? പറയാൻ പറ്റില്ല. സംസാരിക്കാൻ പോയിട്ട് കിസ് ചെയ്തിട്ട് വന്നവനാണ്. കുറെ കാലം കാണാൻ കഴിയില്ല എന്ന് വിചാരിച്ച് ഇവൻ വല്ല കുരുത്തക്കേടും കാണിക്കാൻ ശ്രമിച്ച അപ്പു തന്നെ അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കും. അപ്പു, ഞങ്ങൾ നാളെ പോയാൽ ഇനി എപ്പോഴാ കാണാൻ പറ്റുക എന്ന് പറയാൻ പറ്റില്ല. അതിനെന്താ, വീഡിയോ കോളൊക്കെ വിളിക്കാലോ. എന്നാലും നേരിട്ട് കാണും പോലെ ആവില്ലല്ലോ. അതിനിപ്പോ എന്ത് വേണമെന്നാ അജുവേട്ടൻ പറയുന്നത്? ഇനി കാണുന്നവരെ എനിക്ക് ഓർത്തിരിക്കാൻ എന്തെങ്കിലും തരുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ, പിന്നെ ചാൻസ് ഇല്ല. ഓ, ഇതിനായിരുന്നോ ഇത്രയും നേരം വായിട്ടലച്ചത്? നേരത്തെ പറയണ്ടേ? ഇവൾ ഇത്രയും ബ്രോഡ് മൈൻഡ് ആണെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ. നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഇനിയിപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോഴാണ് അവൾ ഷെൽഫിന്റെ അടുത്തേക്ക് പോകുന്നത് കണ്ടത്. ഞാൻ ഇവിടെയല്ലേ ഉള്ളത്, പിന്നെന്തിനാ അങ്ങോട്ട് പോകുന്നത്? എന്നാ ഇതെന്റെ ഫേവറേറ്റ് ഡ്രസ്സാണ്. കുറെ ഡ്രസ് ഉണ്ടെങ്കിൽ ഞാൻ അധികം ഇതാണ് യൂസ് ചെയ്യാറ്. സോ ഇത് കൂടെ ഉണ്ടെങ്കിൽ ഞാൻ കൂടെ ഉള്ളത് പോലെ തന്നെയാണ്. ഓ, ഇവളെയൊക്കെ നിന്റെ അടുത്തുനിന്ന് ഞാൻ ഇതിൽ കൂടുതൽ പ്രതീക്ഷിക്കരുതായിരുന്നു. എല്ലാം എന്റെ മാത്രം തെറ്റാണ്. ഡിഗ്രിക്കൊക്കെ പഠിക്കുന്നുണ്ടെങ്കിൽ നീ ഇപ്പോഴും ഇവിടുത്തെ കുഞ്ഞുവാവയാണെന്ന് ഒരു നിമിഷം ഞാനൊന്ന് മറന്നുപോയി. നിന്റെ ഈ ഡ്രസ്സ് തൽക്കാലം നിന്റെ ഷെൽഫിൽ തന്നെ വെച്ചോ. ഞാൻ അവിടെ കൊണ്ടുപോയിട്ട് എന്തിനാ വെറുതെ കളയുന്നത്? ഇനി ഞാനിവിടെ നിന്നിട്ട് എന്തിനാ? ഞാൻ പോട്ടെ. അജു വാതിന്റെ അവിടേക്ക് നടന്നു. മോനെ അജയ് വാസുദേവ്, നേരത്തെ ഉദ്ദേശിച്ചത് എന്താന്ന് എന്നൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷെ ഇപ്പൊ അതിന് എനിക്കൊരു മൂഡില്ല. അതാ, നിന്റെ മൂടൊക്കെ വരുമ്പോഴേക്ക് ഞാൻ എന്റെ നാട്ടിലെത്തിക്കാണും. അയ്യോ, എന്നിട്ട് പിണങ്ങി പോവുകയാണോ? ഞാൻ പിണങ്ങിയാലും ഇല്ലെങ്കിൽ നിനക്കൊന്നുമില്ലല്ലോ. മോനെ, ഈ ട്രിക്കൊന്നും എന്റെ അടുത്ത് വർക്കൗട്ട് ആവില്ല. നീ പോയി ഉറങ്ങാൻ നോക്ക്. ലോക്ക് ചെയ്ത വാതിൽ തുറക്കാൻ അജു ശ്രമിക്കുമ്പോഴേക്കും അപ്പു പിറകിലൂടെ വന്ന് അവനോട് ചേർന്ന് മുറുകെ പിടിച്ചിരുന്നു. ശരിക്കും നച്ചു ചേച്ചി അജുവേട്ടനെ എനിക്ക് നല്ലോണം മിസ് ചെയ്യും. അജു അവളെ മെല്ലെ വലിച്ച് തന്റെ മുന്നിലെ വാതിലിൽ ചേർത്ത് നിർത്തി. അവളുടെ മുഖത്തേക്ക് നോക്കി. കണ്ണുകൾ ചെറുതായി നിറഞ്ഞിട്ടുണ്ട്. മുഖത്ത് നോക്കിയാൽ അറിയാം നല്ല സങ്കടമുണ്ടെന്ന്. ഇത്രയും വിഷമം ഉണ്ടായിട്ടാണോ നേരത്തെ ആ ഡയലോഗൊക്കെ എന്നോട് പറഞ്ഞത്? അത് ഞാൻ വെറുതെ അജുവേട്ടനെ കൂടി വിഷമിപ്പിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. അതെ, നമുക്ക് ഈ സെന്റി ഒന്നും വേണ്ട. ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം എന്നൊന്നും പറയുന്നില്ല. എങ്കിലും എന്റെ അപ്പുവിന് ഒരുപാട് മിസ് ചെയ്യുമ്പോൾ ഒന്ന് വിളിച്ചാൽ ഞാൻ വരാൻ ശ്രമിക്കാം എന്ന് വിചാരിച്ച് എപ്പോഴും വിളിക്കരുത്. ഞാൻ എന്നും ഫോൺ ചെയ്യാം. നമുക്കിനി കാണുമ്പോഴേക്കും പരസ്പരം നന്നായി മനസ്സിലാക്കാനൊക്കെ ഈ ഒരു അകൽച്ച നല്ലതാണ് എന്നാ എനിക്ക് തോന്നുന്നത്. നമുക്ക് ഇവിടെ വെച്ച് കണ്ട ഈ കുറച്ചു നാളത്തെ പരിചയമല്ലേ ഉള്ളൂ. രണ്ടാളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ ഒന്നും അറിയില്ല. സോ ഇനി നമ്മൾ കാണുമ്പോൾ എന്നേക്കാൾ കൂടുതൽ എന്നെ നീയും, നിന്നേക്കാൾ കൂടുതൽ നിന്നെ എനിക്കും അറിയണം. ഞാൻ പറഞ്ഞതൊക്കെ എന്റെ അപ്പുക്കുട്ടന് മനസ്സിലായോ? അപ്പു വിളിച്ചാ മതി. അതെന്താ? അപ്പുക്കുട്ട എന്ന് വിളിക്കുമ്പോൾ എനിക്ക് കളിയാക്കുന്നത് പോലെ തോന്നും. അപ്പു മുഖമുയർത്തി അവനെ ഒന്ന് നോക്കി. തന്നെ നോക്കി ചെറു ചിരിയോടെ നിൽക്കുന്ന അവന്റെ ചുമലിൽ പിടിച്ച് അവൾ ഒന്ന് ഉയർന്നു. ആദ്യം നെറ്റിയിലൊന്ന് ചുംബിച്ചു. പിന്നീട് രണ്ട് കണ്ണിലും കവളിലും മാറി മാറി ഓരോ തവണ ചുംബിച്ചു. ഇതുപോരെ ഇനി കാണുന്നവരെ ഓർക്കാൻ? ഇതൊക്കെ മതി. എന്നാലും കുറച്ചുകൂടി ഓർക്കാൻ. നീ എത്ര തവണ എന്നെ കിസ് ചെയ്തു? ഞാൻ ഒരേ ഒരു തവണ ചെയ്തോട്ടെ. അപ്പോൾ അവനോട് വേണ്ടെന്ന് പറയാൻ തോന്നിയില്ല. മെല്ലെ കണ്ണുകളൊന്ന് ചിമ്മി അടച്ച് തന്റെ സമ്മതം അവനോട് അറിയിച്ചു. ആദ്യം അവളെ ഡോറിനോട് കുറച്ചുകൂടി ചേർത്ത് നിർത്തി. ഒരു കൈ കൊണ്ട് അവളുടെ കഴുത്തിലൂടെ ചേർത്ത് അവളെ തന്റെ മുഖത്തോട് അടുപ്പിച്ച് ചുണ്ടുകളിൽ അമർത്തി ഒന്ന് കിസ് ചെയ്തു. മെല്ലെ അടർന്നു മാറാൻ നോക്കുമ്പോൾ കാണുന്നത് കണ്ണുകൾ അടച്ചു നിൽക്കുന്ന അപ്പുവിനെയാണ്. അവനെന്തോ അടർന്നു മാറാൻ തോന്നിയില്ല. വീണ്ടും അവളുടെ ചുണ്ടുകളെ തന്റെ ചുണ്ടുകളാൽ പൊതിഞ്ഞു. തനിക്ക് അവളോടുള്ള സ്നേഹം അവൾക്ക് തന്റെ ചുംബനത്തിലൂടെ പകർന്നു കൊടുക്കാനുള്ള ഒരു ശ്രമമായിരുന്നു അത്. രണ്ടുപേർക്കും അറിയാമായിരുന്നു ഇനി കുറച്ചു കാലം കാണാൻ പറ്റില്ലെന്ന്. അതുവരെ പരസ്പരം ചെറു പുഞ്ചിരിയോടെ ഓർക്കാനുള്ള ഒരു ഓർമ്മ കൂടിയായിരുന്നു ആ ചുംബനം അവർക്ക്. അജു അപ്പുവിന്റെ മുറിയിൽ നിന്ന് മെല്ലെ നടന്ന് തന്റെ റൂമിലേക്ക് വന്നു. ചുംബനത്തിന്റെ ഓർമ്മയിൽ അവന്റെ ചുണ്ടിൽ ചെറു പുഞ്ചിരി ഉണ്ടായിരുന്നു. എന്നാൽ അതേ ചിരിയോടെ മുറിയിലേക്ക് കയറി അജു കാണുന്നത് തന്നെ നോക്കി പേടിപ്പിക്കുന്ന നച്ചുവിനെയാണ്. മുഖത്ത് നിന്ന് ചിരി മെല്ലെ മാഞ്ഞു. നീ ഇതുവരെ ഉറങ്ങിയില്ലേ? ഓ ഗോഡ്, ഇവളിനി എന്നെ കൊണ്ട് എല്ലാം പറയിപ്പിച്ച് കിടന്നു. എന്തേലും കള്ളം പറഞ്ഞാൽ എന്നേക്കാൾ മുമ്പ് അവൾക്കത് മനസ്സിലാകും. എന്തേ, ഞാൻ ഉറങ്ങിയിട്ട് നിനക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ? അങ്ങനെയൊന്നുമില്ല. നാളെ പോവേണ്ടതല്ലേ, വെറുതെ എന്തിനാ ഉറക്കം കളയുന്നു എന്ന് കരുതി ചോദിച്ചതാ. മോനെ അജുവേ, നീ ഞാൻ ഒരേ വയറ്റിൽ നിന്ന് വന്നില്ലെന്നേ ഉള്ളൂ. പക്ഷെ ജനിച്ച നിമിഷം മുതൽ ഞാൻ നിന്നെ കാണാൻ തുടങ്ങിയതാണ്. അങ്ങനെയുള്ള എന്നോട് വേണോ ഇതൊക്കെ? അതിന് ഞാനൊന്നും ചെയ്തില്ലല്ലോ. ഞാൻ പറഞ്ഞോ നീ എന്തെങ്കിലും ചെയ്തെന്ന്? ഇത്രയും സമയം അപ്പുവിന്റെ റൂമിൽ എന്ത് ചെയ്യുകയായിരുന്നു എന്ന് ചോദിക്കണമെന്ന് വിചാരിച്ച് തന്നെയാണ് ഞാൻ ഉറങ്ങാതെ നിന്നെ നോക്കി നിന്നത്. എന്നാ നിന്റെ മുഖം കണ്ട് എനിക്കറിയാം എന്തോ നടന്നിട്ടുണ്ടെന്ന്. സോ ഞാനായിട്ട് ഒന്നും ചോദിക്കുന്നില്ല. ഇഫ് യു ആർ ഹാപ്പി വിത്ത് ഹർ, ദാറ്റ്സ് ഇനഫ് ഫോർ മീ. എന്ന് നമുക്ക് ഉറങ്ങിയാലോ? ഡി, നീ ശിവയെ കാണാൻ പോയില്ലേ? പോയി. നമ്മൾ പോകുന്ന കാര്യം പറഞ്ഞു തിരിച്ചു വന്നു. ദേ, ചുമ്മാ പറയാതെ എനിക്കറിയാം അവൻ നിന്നോട് എല്ലാം പറഞ്ഞിട്ടുണ്ടാകുമെന്ന്. അവൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നച്ചു അജുവിനോട് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ നച്ചു, ഹി ലവ്സ് യു സോ മച്ച്. ഐ നോ ദാറ്റ്.
ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് കുറച്ച് സമയം വേണമെന്ന്. അവൻ എത്ര നാൾ വേണമെങ്കിലും കാത്തിരിക്കാമെന്ന് പറഞ്ഞു. തിരുമേനി പറഞ്ഞതുപോലെ ഒരിക്കൽ കൈവിട്ട് കളഞ്ഞ പിന്നീട് ആഗ്രഹിക്കുമ്പോൾ അത് തിരിച്ചു കിട്ടണമെന്നില്ല. ഞങ്ങൾക്ക് രണ്ടാൾക്കും എന്തായാലും കുറച്ച് സമയം വേണം പരസ്പരം ഒന്ന് മനസ്സിലാക്കാൻ. സോ ഈ ഒരു ഡിസ്റ്റൻസ് നല്ലതല്ലേ? അത് തന്നെയാ നല്ലത്. എനിക്ക് ആകെ ഒരു ടെൻഷനുള്ളത് ശിവ എന്നോട് ചെയ്ത കാര്യം അറിഞ്ഞാൽ അവന്റെ അവസ്ഥ എന്താകുമെന്ന് ഓർത്തിട്ടാണ്. കുറച്ച് നാളുകൾ കഴിയട്ടെ, നമുക്ക് അവനോട് എല്ലാം പറയാം. നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് സ്ട്രോങ് ആണെങ്കിൽ നിനക്ക് അവനെ ഓക്കെ ആക്കാൻ പറ്റും. അതുവരെ ഇങ്ങനെയൊക്കെ പോട്ടെ. രാവിലെ മുതൽ എല്ലാവരും പോകാനുള്ള പാക്കിംഗ് ഒക്കെയായി തിരക്കിലായിരുന്നു. അച്ഛനും അമ്മയും അജുവും നച്ചുവും വാസുദേവിന്റെ തറവാട്ടിലേക്കും നന്ദനും നാൻസിയും ഓസ്ട്രേലിയയിലേക്കും പോകാനാണ് പ്ലാൻ. നച്ചുവിനാണെങ്കിൽ പപ്പയും അമ്മയും ഇനിയും കുറച്ചുനാൾ കാണാതിരിക്കുന്ന കാര്യം ഓർക്കുമ്പോൾ വിഷമമാണ്. എന്നാൽ അവരുടെ കൂടെ പോകാന്ന് വെച്ചാലോ അജു ഇല്ലാതെ പറ്റില്ല എന്ന അവസ്ഥ. വാസു തിരക്ക് പിടിച്ച് വരാൻ നിൽക്കണ്ട, അവിടുത്തെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം. കുറെ കാലം കൂടിയല്ലേ നാട്ടിൽ വരുന്നത്, കുറച്ചുനാൾ നിന്നിട്ട് വന്നാൽ മതി. പിന്നെ ഇവർ രണ്ടാളെ കുറച്ച് ദിവസം കഴിയുമ്പോൾ അയച്ചാൽ മതി. നിങ്ങൾക്ക് ഇവിടെ കുറെ നാൾ നിൽക്കണമെന്നുണ്ടോ? ഞങ്ങൾ രണ്ടാളും മാത്രം അവിടെ ആകുമ്പോൾ എന്തോ പോലെയാണ്. അതാ. ഇല്ല പപ്പ, അവിടെ ചെന്ന് മുത്തശ്ശനെയും മുത്തശ്ശിയും കണ്ടു കുറച്ചു ദിവസം അവരുടെ കൂടെ നിന്ന് കഴിഞ്ഞ് ഞങ്ങൾ അങ്ങ് വരും. അല്ലേടാ അജു? നീ എന്ത് പറഞ്ഞാലും അവനത് ഓക്കെ ആണല്ലോ. പപ്പയ്ക്ക് ഞങ്ങളോട് ചെറിയൊരു അസൂയ ഉണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട് ഇല്ലാതില്ല അച്ഛാ. ഞങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ ഈ സ്നേഹത്തിൽ സന്തോഷം മാത്രമേ ഉള്ളൂ മോളെ. ഞങ്ങളെക്കാൾ കൂടുതൽ മക്കൾ തമ്മിൽ സ്നേഹിക്കുന്നത് ഒരു സന്തോഷവും സമാധാനവും ഒക്കെയാണ്. എല്ലാവരോടും യാത്ര പറഞ്ഞ് ശിവയും അജയനും 2 വണ്ടികളിലെ എല്ലാവരെയും കൊണ്ടുവിടാമെന്ന് പറഞ്ഞ് റെഡിയായി നിൽപ്പുണ്ട്. അവര് രണ്ടാളും പോകുന്നു പറഞ്ഞപ്പോൾ അപ്പൂനും കൂടെ പോകണം എന്നൊരാഗ്രഹം. ഡി അപ്പു, നീ കൂടെ വാ, അവിടെ വരെ കാണാലോ. ഇനി എപ്പോഴാ കാണുന്നെന്ന് അറിയില്ലല്ലോ. അച്ചു ഇത് പറഞ്ഞപ്പോ അപ്പു സന്തോഷത്തോടെ വേഗം ഒരുങ്ങാൻ പോയി. മോളെ, ശരിക്കൊന്നും കണ്ടുകൂടിയില്ല അല്ലേ പപ്പേട്ടാ? ഇത്രയും ദിവസം ഉണ്ടായിട്ടും എന്നെ മുത്തശ്ശി കണ്ടില്ലെന്ന് പറഞ്ഞ കണ്ണിന് ഡോക്ടറെ കാണിക്കണം അല്ലേ പപ്പ? മോൾ ഇനി ഇങ്ങോട്ട് വരില്ലേ? അപ്പൊ കുറെ നാൾ ഇവിടെ നിൽക്കും അല്ലേ മോളെ? പിന്നല്ലാതെ. ഇനി വരുമ്പോ മുത്തശ്ശൻ പറഞ്ഞ പോലെ എന്നോട് പോകാൻ പറയുന്നവരെ ഞാൻ നിന്നോളാം. മോളോട് പോകാൻ അതിനിവിടെ ആരും പറയില്ലല്ലോ. അതൊന്നും പറയാൻ പറ്റില്ല അല്ലേ? ഇവിടെ നിങ്ങൾക്കൊന്നും ശരിക്കും അറിയാഞ്ഞിട്ടാണ്. രാജു, നീ എന്നെ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ പലതും ഇവിടെ പറയേണ്ടി വരും. അത് വേണോ? ഞാൻ വെറുതെ നിന്നെ ഓരോന്നൊക്കെ പറയുന്നതല്ലേ. നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ. നിന്നെ കുറിച്ച് ഞാൻ മോശമായിട്ട് ആരോടെങ്കിലും പറയോ? ആ, പറയാതിരുന്ന നിനക്ക് കൊള്ളാം. ശിവ നച്ചുവിനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. ഡാ, ഇങ്ങനെ വായി നോക്കി നിൽക്കുമ്പോൾ ഇടയ്ക്കൊക്കെ ചുറ്റും ഒന്ന് നോക്കുന്നത് നല്ലതാ. അജയന്റെ സംസാരം കേട്ട് ശിവ അവനെ നോക്കി ഒന്ന് ചിരിച്ചു. എന്താണ് ഒരു ചിരിയൊക്കെ? അല്ലത് നടക്കോ? അതോ ഈ വായനോട്ടം മാത്രമേ ആകൂ? ഞാൻ ഇന്നലെ രാത്രി എല്ലാ കാര്യങ്ങളും അവളോട് പറഞ്ഞു. എന്നിട്ട് അവൾക്ക് എന്നോട് ദേഷ്യമോ വെറുപ്പോ ഇല്ല. പിന്നെ ഇഷ്ടമുണ്ടോ? ചെറിയൊരു ഇഷ്ടമുണ്ട്. സോ അത് പ്രണയമായി മാറുന്നത് വരെ ഉള്ള സമയം വേണോന്ന് പറഞ്ഞു. നിന്നോട് അവളെല്ലാം ക്ഷമിച്ചല്ലോ, അത് തന്നെ എനിക്ക് സമാധാനം. എന്നോട് എന്ത് ക്ഷമിക്കാൻ? ഞാൻ അതിന് അവളോട് തെറ്റൊന്നും ചെയ്തില്ലല്ലോ. ശിവയുടെ സംസാരം കേട്ടപ്പോഴാണ് അജയന് താൻ എന്താ പറഞ്ഞതെന്ന് ഓർമ്മ വന്നത്. ദൈവമേ, ഞാൻ ഇനി ഇവനോട് എന്ത് പറയും? എല്ലാം അറിഞ്ഞ് ഇവൻ വീണ്ടും പഴയതുപോലെ കുറ്റബോധം കൊണ്ട് എങ്ങനെ നച്ചുവിനോട് പെരുമാറും എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഡാ, നീ എന്തായി ആലോചിക്കുന്നത്? ഞാൻ ചോദിച്ചതിന് മറുപടി പറ. അത് പിന്നെ നീ തന്നെയല്ലേ എന്നോട് പറഞ്ഞത് അവൾക്ക് നിന്നോട് എന്തോ ദേഷ്യമുള്ളത് പോലെയാണ് പെരുമാറുന്നതെന്ന്. സോ അതാ ഞാൻ പറഞ്ഞത്. എന്തേലും ഉണ്ടെങ്കിൽ ക്ഷമിച്ചതായിരിക്കുമെന്ന്. അവൾക്ക് അതിന് ദേഷ്യമൊന്നും ഇല്ലായിരുന്നു. ഞാൻ വെറുതെ ഓരോന്നൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിച്ചതാണ്. അവൾ പരിചയമില്ലാത്തവരോട് അധികം സംസാരിക്കില്ല എന്നാ പറഞ്ഞത്. ഇവിടെ വന്നിട്ട് ഞാൻ അവളോടൊന്നും സംസാരിച്ചില്ലല്ലോ. സോ അവളും എന്നെ അവോയ്ഡ് ചെയ്തു. നന്ദ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്താണെങ്കിലും പറഞ്ഞു വച്ചാ. തിരുമേനി പറഞ്ഞില്ലേ ശിവയാണ് അനന്തന്റെ പുനർജന്മം എന്ന്. അപ്പോ മുതൽ എനിക്ക് മക്കളെ രണ്ടാളെ ഒന്നിപ്പിച്ചാലോ എന്നൊരു ആഗ്രഹമുണ്ട്. പക്ഷെ അവർക്ക് പരസ്പരം ഇഷ്ടമുണ്ടെങ്കിലേ വേണ്ടു. അവര് രണ്ടാളും ഒന്നിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. ഇപ്പൊ നമ്മളായിട്ട് ഒന്നും പറയണ്ട. അവർക്ക് അങ്ങനെ ഒരു ഇഷ്ടമുണ്ടെങ്കിൽ നമ്മളോട് പറയുമല്ലോ, അപ്പോ നോക്കാം. നിനക്ക് ഇഷ്ടം ഉണ്ടാവില്ലേ എന്നൊരു സംശയം, അതാ ഞാൻ ചോദിച്ചത്. എനിക്ക് എന്തിനാ അച്ഛാ ഇഷ്ടക്കേട്? രണ്ടാളും എന്റെ മക്കൾ തന്നെയല്ലേ. ശിവ ആരെങ്കിലും നോക്കുന്നുണ്ടോ എന്ന് ചുറ്റും നോക്കി. എല്ലാവരും പരസ്പരം സംസാരിക്കുന്ന തിരക്കിലാണ്. മെല്ലെ നച്ചുവിന്റെ അരികിലേക്ക് ചേർന്ന് നിന്നു. നീ ഇവിടെന്ന് പോയ പിന്നെ എന്നെ മറന്നു പോകുമോ നച്ചു? എങ്കിൽ മറക്കാതിരിക്കാൻ ഡെയിലി ഫോൺ ചെയ്താൽ മതി. അതിന് എനിക്ക് നിന്റെ നമ്പർ ഇല്ലല്ലോ. ഫോൺ ഇങ്ങത്താ. വേഗം അവന്റെ ഫോണിൽ തന്റെ നമ്പർ സേവ് ചെയ്ത് കൊടുത്തു. നക്ഷത്ര എന്ന് സേവ് ചെയ്തത് മാറ്റി അവൻ നച്ചു എന്നാക്കി മാറ്റി. നിന്റെ പ്രിയപ്പെട്ടവരൊക്കെ അങ്ങനെയല്ലേ വിളിക്കുന്നത്? ഞാനും ഇനി അങ്ങനെ വിളിക്കാം. ഡെയിലി ഞാൻ വിളിച്ച ശല്യ എന്ന് പിന്നെ പറയരുത്. വിളിക്കാനല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. സമയമുണ്ടെങ്കിലല്ലേ എടുക്കുള്ളൂ. അവൾ ഒരു ചിരിയോടെ പറഞ്ഞതും അവൻ അവളെ കൂർപ്പിച്ചു നോക്കി.